അർദ്ധരാത്രിയിലെ ബൂട്ടിൻ്റെ ശബ്ദം. ഇതൊരു കെട്ടുകഥയല്ല, എൻ്റെ അമ്മയുടെ അമ്മയ്ക്കുണ്ടായ യഥാർത്ഥ അനുഭവമാണ്. അന്ന് ഇന്നത്തെ പോലെ കോൺക്രീറ്റ് വീടുകൾ ഉണ്ടായിരുന്നില്ല. ഓല കൊണ്ട് മെയ്തൊരു വീട്, ചാണകം മെഴുകിയ നിലം, ചെളി കൊണ്ടുണ്ടാക്കിയ മതിൽ, പനമ്പ് കൊണ്ട് ചെയ്തൊരു വാതിൽ. ചുറ്റും വീടുകൾ വളരെ കുറവ്. രാത്രിയായാൽ ആ പ്രദേശം മുഴുവൻ ഭയങ്കരമായ നിശബ്ദത. മുത്തശ്ശൻ ജോലിക്ക് പോയാൽ രാത്രി 12-നും 1-നും ഇടയിലാണ് വീട്ടിലെത്തുന്നത്. അതിനാൽ പല രാത്രികളിലും മുത്തശ്ശി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിന് സമീപം ഒരു പഴയ കുളമുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ കുളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീണു മരിച്ചിരുന്നു. അവനെ ഒരിക്കൽ കണ്ടാൽ തന്നെ ആളുകൾക്ക് പേടി തോന്നും. വളരെ ഉയരമുള്ള ശരീരം, വലിയ ബൂട്ടുകൾ. അവൻ നടക്കുമ്പോൾ വലിയ ശബ്ദം കേൾക്കും. ഒരു രാത്രി മുത്തശ്ശി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീട്ടിൻ്റെ മുന്നിലൂടെ ആരോ നടക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് സാധാരണ ശബ്ദമല്ല, വലിയ ബൂട്ടിട്ട് നടക്കുന്നതിൻ്റെ ശബ്ദം. തക്ക് തക്ക് തക്ക്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാതിലിൽ കെട്ടിയിരുന്ന ഇരുമ്പ് ചങ്ങല ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ശബ്ദം. മുത്തശ്ശി പേടിച്ചുകൊണ്ട് ചോദിച്ചു, ആരാ അവിടെ? പക്ഷേ അതിനുശേഷം ഒരു ശബ്ദവുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം, വീണ്ടും ബൂട്ടിൻ്റെ ശബ്ദം, വീണ്ടും ചങ്ങല വലിക്കുന്ന ശബ്ദം. ഇങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചു. അവസാനം മുത്തശ്ശി ഒരു വടിയെടുത്ത് വാതിലൊരു ശക്തമായി അടിച്ചു. അതേ നിമിഷം പുറത്തുനിന്ന് ആരോ ഓടിപ്പോകുന്ന ശബ്ദം. അവൻ നേരെ ഓടിപ്പോയത് അടുത്തുള്ള കുളത്തിലേക്ക്. അടുത്ത നിമിഷം വെള്ളത്തിലേക്ക് ആരോ ചാടിയ ശബ്ദം. ആ സംഭവം ഒരു രാത്രിയല്ല, ആ വീട്ടിൽ താമസിച്ചിരുന്ന കാലം മുഴുവൻ ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ കുളം മുഴുവൻ മൂടിക്കളഞ്ഞു. ഇന്നുവരെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ ആരും പോയിട്ടില്ല.